ഹായ്, സ്ഥലം ഏതാണെന്ന് മനസ്സിലായില്ലേ? നമ്മുടെ നെസ്റ്റോ തന്നെയാണ് കേട്ടോ, എടപ്പാളിലെ നെസ്റ്റോ. അപ്പോൾ അതാ ക്രിസ്മസിൻ്റെ അന്ന് നെസ്റ്റോ കാണാൻ എങ്ങനെ ഉണ്ടാവുമെന്ന് ഭയങ്കര ആകാംക്ഷയോടുകൂടെ വന്നതാണ് ഞാനല്ല സുലു. ഒരു സൗകര്യം തന്നിട്ടില്ല കേട്ടോ, വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല എനിക്ക്. അപ്പോൾ അസ്ലുവിന് ലീവായതുകൊണ്ട് തന്നെ എന്തായാലും പോകണമെന്ന് പറഞ്ഞിട്ട് നട്ടുച്ചയ്ക്ക് നെസ്റ്റോ കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. ഇവിടെ എത്തുമ്പോൾ ഞങ്ങളെല്ലാം കഴിഞ്ഞ് ഇവിടെ എത്തുമ്പോൾ ഏകദേശം 3 മണിയൊക്കെ ആയിരുന്നു, കറക്റ്റ് ടൈമായിരുന്നു കേട്ടോ. അപ്പോൾ അതാ അസ്ലും മക്കളും കൂടെ ഉണ്ട്. അസ്ലുണ്ട്, പിന്നെ മക്കളെ അവൻ നോക്കിക്കോളും. അപ്പം ഞാനും സുലും വീഡിയോ എടുക്കാനായിട്ട് തുടങ്ങി. എനിക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടാ. പിന്നെ മക്കളെന്തായാലും പോകണമെന്ന് പറഞ്ഞിട്ട് വാശി പിടിക്കുക. അപ്പോൾ എന്തായാലും പോയേക്കാമെന്ന് വിചാരിച്ച് വന്നതാണ്. ഇവിടെ വന്നപ്പോഴല്ലേ മനസ്സിലാവണേ അത്യാവശ്യം തിരക്കുണ്ട് കേട്ടോ, നല്ല ഓഫറുകളും ഉണ്ട്. ഇതാ അച്ചു ക്രിസ്മസ് ട്രീയുടെ അവിടെ നിന്ന് ഫോട്ടോ എടുക്കണം, വീഡിയോ എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല സൂപ്പറാണ് കാണാനായിട്ട്. അപ്പോൾ വീഡിയോ എടുക്കലൊക്കെ കഴിഞ്ഞ് അസ്ലു പറഞ്ഞ് നമുക്ക് മുകളിൽ കയറാമെന്ന് പറയാണ്. എന്തായാലും കുറച്ചും കൂടെ നോക്കട്ടെ, നല്ല രസമായിട്ട്. ഇത് പഞ്ഞിയാണ്, പക്ഷെ കണ്ടു കഴിഞ്ഞാൽ നല്ല സ്നോ വീണ് കിടക്കുന്ന പോലെ തന്നെ ഉണ്ട് അല്ലേ. ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് പഞ്ഞി വെച്ചിട്ടാട്ടോ, ഈ പുൽക്കൂടിൻ്റെ താഴെ ഫുള്ള് പഞ്ഞിയായിട്ട്. പിന്നെ ട്രീയിലെ എല്ലാ സാധനങ്ങളും വെച്ചിട്ടുണ്ട്. അമൽഷാൻ പറയുന്നുണ്ട് അതിൽ ഒന്ന് പൊട്ടിയിട്ടുണ്ട് കേട്ടോ, ഒരു ബോൾ അതിൽ പൊട്ടിയിട്ടുണ്ട്. അതാണ് അമൽ നോട്ട് ചെയ്ത ഫസ്റ്റ് കാര്യം. പിന്നെ അമൽഷാൻ്റെ കൊല്ലം കണ്ടില്ലേ, ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ പറഞ്ഞിട്ട് ആളിട്ട ഡ്രസ്സാണത്. അപ്പോൾ അതിന് കുറേ അമലൂനെ ചീത്ത പറഞ്ഞിട്ടാണ് വരുന്നത്. മുകളിലൊരു ക്രിസ്മസ് പാപ്പ ഉണ്ട് കേട്ടോ, വളരെ ചെറുതായി പോയതുകൊണ്ട് തന്നെ അയാളെ കാണണേ ഇല്ല. അങ്ങനെ ഞങ്ങൾ മുകളിൽ കയറാൻ പോവാണ്. പിന്നെ ഇതാ എസ്കലേറ്റർ എന്നും ഒരു പേടി സ്വപ്നമാണ് കേട്ടോ. സുലു ബാക്കിലോട്ട് മാറിപ്പോവുകയാണ്, എസ്കലേറ്ററിൽ കയറാൻ പേടിയാന്ന് പറഞ്ഞിട്ട്. അങ്ങനെ അവസാനം അമൽഷാനെ നല്ല കൂളായിട്ട് കയറി പോകുന്നുണ്ട്. അമൽഷാനെ വേറൊരാൾ പിടിച്ചിട്ട് കൊണ്ടുപോവാണ്. അങ്ങനെ ഒരു വിധമൊക്കെ ഞങ്ങൾ കയറി എസ്കലേറ്റർ രക്ഷപ്പെട്ടു കേട്ടോ. പിന്നെ ഇതാ മുകളിൽ പോയപ്പോൾ ഈ കോസ്മെറ്റിക്സ്, പിന്നെ അതുപോലെ തന്നെ മേക്കപ്പ്സ് ഐറ്റംസാണ് ഇവിടെ വന്ന് കയറിയപ്പോൾ. പിന്നെ അച്ചുവിനും ഐമലിനും ലിപ്സ്റ്റിക്ക് വേണം എന്നിട്ട് ഒരേ വാശി. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വേഗം അവിടെ നിന്ന് പോവുകയാണ്. എന്നിട്ട് അങ്ങനെ വേഗം ഒന്ന് കറങ്ങി, കാണുന്നത് മുഴുവനും ഐമലിന് വേണം. വള വേണം, മാല വേണം, അതുപോലെ കമ്മൽ വേണം. കമ്മലൊന്നും ആൾ ജീവിതത്തിൽ തന്നെ ഇങ്ങനത്തെ കമ്മൽ ഇട്ടിട്ടുണ്ടാവില്ല, പക്ഷേ കമ്മലൊക്കെ വേണം എന്ന് പറഞ്ഞ് ഭയങ്കര വാശി. അപ്പോൾ പിന്നെ അതൊക്കെ നോക്കിയിട്ട് ഞങ്ങൾ താഴെ ഇറങ്ങാണ്. അതൊന്നും വേണ്ടാന്ന് പറഞ്ഞിട്ട് താഴെ ഇറങ്ങല്ല, അങ്ങനെ റൗണ്ട് ചെയ്ത് പോവുക കേട്ടോ. അപ്പോൾ അച്ചുവിന് മുകളിലത്തെ ഫ്ലോറിൽ കയറണം എന്ന് പറഞ്ഞിട്ട് ഭയങ്കര കരച്ചിൽ. മുകളിൽ പോയി നോക്കാം. പക്ഷേ അമൽഷാൻ ഇതൊന്നും വേണ്ട, ഇവിടുന്നൊന്നും വേണ്ട, ഒരു പുറത്തുനിന്ന് ഒരു അവിൽ മിൽക്കും ഒരു പപ്സും മതിയെന്ന്. ഇനി മുകളിൽ നിന്ന് ക്രിസ്മസ് ട്രീ ഞങ്ങളിങ്ങനെ നോക്കി നിൽക്കായിരുന്നു. നല്ല സൂപ്പറായിട്ടുണ്ട്, നല്ല തിരക്കും ഉണ്ട് കേട്ടോ. ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ എല്ലാവരും വന്നിട്ടുണ്ട്, നല്ല തിരക്കാണ്. അങ്ങനെ ഞങ്ങൾ താഴെ കുറച്ച് നേരം ഇങ്ങനെ നോക്കി നിന്നിട്ട്, പിന്നെ ഡ്രസ്സിൻ്റെ ഷോപ്പുകളാണ് ഈ ഫ്ലോറിൽ കൂടുതലായിട്ടുള്ളത്. അപ്പോൾ അവിടേക്കൊന്നും പോകണില്ല. പിന്നെ ഇതാ വാച്ച്, ഇതാ കാണുന്നുണ്ടോ, അത് മസാജാണ് കേട്ടോ, റോബോട്ടിക് മസാജ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ റോബോട്ടിക്സിനൊന്നും ഞങ്ങൾ കണ്ടില്ല. ഒരു ആളങ്ങനെ കിടന്നിട്ട് ചിലപ്പോൾ ആ മെഷീനിൽ തന്നെ ഉണ്ടായിരിക്കും. പിന്നെ ഇതാ കുട്ടികളുടെ പ്ലേ ഏരിയയാണിത്. അവിടെ കയറിയിട്ടില്ല, ലേറ്റ് ആവുമെന്ന് പറഞ്ഞിട്ട് ഇന്നും കയറാതെ പോവാണ്. പിന്നെ ഒരുവിധം മക്കളെ കൊണ്ട് സമ്മതിപ്പിച്ചതാണ് കേട്ടോ, അതിൽ കയറണം ഇതിൽ കയറണം എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ കയറി കഴിഞ്ഞാൽ ലേറ്റ് ആവുമെന്ന് വിചാരിച്ചു. അവിടെ ഒരു കുട്ടി ക്രിസ്മസ് ട്രീക്ക് അലങ്കരിച്ച് ഗിഫ്റ്റൊക്കെ എടുത്ത് പോവുകയാണ്. അവസാനം അസ്ലുവിൻ്റെ നിർബന്ധപ്രകാരം ഇവിടെയാണ് ഞങ്ങൾ ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ കുറേ പറഞ്ഞ് വേണ്ടാന്ന്, പക്ഷെ അവനക്ക് ഇതന്നെ വേണം. അങ്ങനെ ഞങ്ങൾ 12 പീസിൻ്റെ 999 രൂപയുടെ ഓഫറിൽ അതാണ് എടുത്തത്, ഫ്രൈഡ് ചിക്കൻ കേട്ടോ. അങ്ങനെ കുറേ നേരത്തെ വെയിറ്റിങ്ങിന് ശേഷം 15 മിനിറ്റോളം ആയിട്ടത് ഇവിടെ എത്താൻ വേണ്ടിയിട്ട്. അപ്പോഴത്തേനും മക്കളൊരു വിധമായിക്കണ്. അങ്ങനെ സാധനം എത്തിയിട്ടുണ്ട്. അച്ചും അമലും ഐമലും എല്ലാവരും കൂടെ സെറ്റായി കഴിച്ചു. ഫുള്ളും കഴിച്ചില്ല കേട്ടോ. എന്നിട്ട് ഞങ്ങൾ നേരെ ഇറങ്ങിയത് ഒരു ഡ്രീം കേക്കും ബർഗറൊക്കെ വാങ്ങിക്കാമെന്ന് പറഞ്ഞിട്ട് താഴെ. ആ സമയം അസ്ലു മക്കളെ നോക്കി, അച്ചുവിനും ഐമലിനെ നോക്കി. അവരാണ് പ്രശ്നക്കാർ. സുലു ഇപ്പോൾ ഞാൻ സുലുവിനോട് വെറുതെ അപ്പോൾ ഈ ആൾക്കാരുടെ ഇടയിൽ ഓള് ഈ നാഗവല്ലി ആവാൻ തുടങ്ങി, ഫുള്ള് പറ്റിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അവിടുത്തെ സെയിൽസ്മാൻ പറഞ്ഞു എന്തായാലും വേസ്റ്റിൽ കളയാനുള്ള സാധനം കിട്ടുള്ളൂ. അവൾ ആൾക്ക് മൊത്തം വർക്കാണ്. പിന്നെ ഒരു കവറില്ലല്ലോ, അതൊക്കെ എന്തിനിടുമെന്ന് അറിയില്ല. അങ്ങനെ അയാൾ പാവം ഒരു കവറൊക്കെ എടുത്ത് തന്നു. അത് മൊത്തം നോക്കാൻ തുടങ്ങി. കവർ കിട്ടിയ സന്തോഷത്തിൽ മൊത്തം പറക്കൊണ്ടിരിക്കുന്നത് എന്തെങ്കിലും
ഇതിലൊരു ക്രാഫ്റ്റ് ഞാനൊരു മുന്നൊരു വീഡിയോയിൽ കണ്ടിരുന്നു നമ്മളിങ്ങനെ ഫ്രീ ആയിട്ട് കിട്ടും. അപ്പോൾ ആൾക്കാർ നോക്കുന്നുണ്ട് കേട്ടോ. മൊത്തം പറഞ്ഞു കേട്ടോന്ന് തോന്നുന്നു. ആവേശാലും കയ്യിലൊന്ന് ആക്കിക്കേ. പിന്നെ അമലേനോട് ഹെൽപ്പ് ചെയ്യാൻ പറയുന്നുണ്ട്. ഞാൻ പിന്നെ വീഡിയോ എടുക്കാൻ എനിക്കെന്തായാലും പറ്റില്ലല്ലോ. എന്നോട് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പറയട്ടെ, നീ സഹായിക്കരുത്, കുറച്ചും കൂടെ പറയും. പിന്നെ ഞാൻ പറയുന്നുണ്ട് ബില്ലടിക്കുന്ന ആ സമയത്തായിട്ട് അവർ പെടുന്ന്. അങ്ങനെ ബില്ലടിക്കാൻ ഇത്രത്തോളം ക്യൂ ഉണ്ട്. സാധനം വാങ്ങിക്കണ്ടെന്ന് തോന്നിപ്പോയി. മുകളിൽ ഭക്ഷണം കഴിക്കുന്ന സ്ഥലത്ത് വെയിറ്റ് ചെയ്യാൻ വേണ്ടി പറയലാണ്. ഇവിടെ അത്രത്തോളം തിരക്കുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളിതാ 2 പേരും ബർഗറും ഡ്രീം കേക്കും വാങ്ങി. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഡ്രീം കേക്ക് കഴിക്കുന്നത് ഞങ്ങളെല്ലാവരും. പിന്നെ അച്ചും ഐമലും പുറത്ത് നിന്നിട്ട് പോപ്കോണിന് വേണ്ടി കരഞ്ഞിട്ട് പോപ്കോണും വാങ്ങിച്ചിട്ടുണ്ട്. അത് അമലുവിനും കൊടുത്ത് ഞങ്ങൾ കാറിൽ കയറി അങ്ങനെ പോവുകയാണ്. ഇനിയിപ്പോൾ അവരുടെ അടുത്തൊന്നും കയ്യിലുള്ള ബർഗറാണ് കേട്ടോ. വീട്ടിലെത്തിയ ഉടനെ ബർഗർ വേണമെന്ന് പറയുന്നുണ്ട്. പക്ഷേ വാങ്ങിച്ച സാധനങ്ങളൊന്നും ഇവർ കഴിച്ചിട്ടൊന്നുമില്ല. നേരെ ഞങ്ങളത് പാഴ്സൽ ചെയ്തു. ഒരുപാടുള്ളത് കൊണ്ട് തന്നെ വെറും 6 പീസ് മാത്രമാണ് ഞങ്ങൾ എടുത്തിട്ടുള്ളൂ. ബാക്കി 6 പീസായിട്ട് ഞങ്ങളിതാ വീട്ടിലോട്ട് വരിക കേട്ടോ. അങ്ങനെ വീട്ടിൽ വരുന്ന സമയത്ത് ചിറക്കലൊക്കെ നല്ല ഭംഗിയുള്ള സ്ഥലമാണല്ലോ. അവിടെ കൂടെയാണ് വന്നത്. പെട്ടെന്ന് തന്നെ സ്പീഡിൽ വന്നു. കാരണം അസ്ലുവിന് അവൻ്റെ വണ്ടി റെൻറ്റിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് അവിടുന്ന് ആൾ വിളിച്ചിട്ട്. ഇതാണ് ചിറക്കൽ. അപ്പോൾ നല്ല ഭംഗിയാണ്. എപ്പോഴും വിചാരിക്കും ഇവിടെ ഒന്ന് അങ്ങോട്ട് നടന്ന് പോകണമെന്ന്. പക്ഷേ സമയം കിട്ടാറില്ല. ഇങ്ങനെ ഞങ്ങൾ നല്ല രസമായിട്ട് പെട്ടെന്ന് തന്നെ പോയി വന്ന് ഒരു 4 മണിയൊക്കെ ആകുമ്പോഴത്തേനും കഴിഞ്ഞ് ഞങ്ങളൊരു 4:30-5 മണിയാകുമ്പോൾ തിരിച്ചെത്തി. പിന്നെ അവിടെ ഒരു വണ്ടി വീണ് കിടക്കുന്നുണ്ട്. ഭാരത് ബെൻസ് വലിയ വണ്ടിയാണ്, ലോഡ് വണ്ടിയാണ്. ഇവർ വെള്ളത്തിന് വേണ്ടിയിട്ട് പൈപ്പ് ഇട്ടിട്ടേ ആ വണ്ടി അവിടെ താന്നു പോയി. ഇന്നലെയാണ് കുഴിച്ചിട്ടുണ്ടായിരുന്നത്. ഇന്ന് ഒരു വണ്ടി താന്നു, പാവം. നല്ല ലോഡുള്ള വണ്ടി ആയതുകൊണ്ട് തന്നെ അത് കയറ്റാൻ